ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് എനർജിയിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം അവസാനിച്ചതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആ ഒരു വ്യക്തി ഒരു ഹീൽ ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ഹീലിംഗ് എനർജിയാണ് കാണുന്നത്. ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ എല്ലാം തന്നെ അവസാനിച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ തന്നെ റെജുവിനേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. എന്തായിരുന്നു അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് നിങ്ങളെക്കാൾ ഏജ് കൂടിയ ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പവറുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യത്തിനും ഈ ഒരു വ്യക്തി എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുന്നതാണ്. ആ ഒരു എനർജിയിലുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടുകയില്ല. അതുപോലെ തന്നെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തിയാണ്. ഒരുപാട് റൊമാൻറ്റിക് ഒന്നും ആയിരിക്കുകയില്ല ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ അവരുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയും പ്രോബ്ലംസുകൾ ഉണ്ടാവാനായിട്ട് കാരണം മൂന്നാമത്തെ വ്യക്തികളുടെ സ്വാധീനമാണ്. അതായത് തേർഡ് പാർട്ടികളുടെ സ്വാധീനമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അതായത് മറ്റുള്ളവരുടെ ഇടപെടൽ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിമിത്തമായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന ഒരുപാട് എനർജീസ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന് ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ നോക്കിയത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസുകളെല്ലാം തന്നെ അവസാനിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്താണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമാണ് ഞാൻ ഈ കാണുന്നത്. അതുപോലെ തന്നെ പഴയ കാര്യങ്ങളെല്ലാം അവിടെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ പിന്തിരിപ്പിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ പേഴ്സൺ എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ ബർഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം. അപ്പോൾ അതെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ് ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ തരാനായിട്ട് ഇപ്പോൾ റെഡിയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ഇപ്പോൾ ഈ ഒരു വ്യക്തി പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്ന നിമിഷമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു റിയൂണിയനാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തി ട്രൈ ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെയും കൊണ്ട് ഫ്യൂച്ചറിലേക്ക് പോകാനാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു റിയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഈ ഒരു വ്യക്തി ട്രൈ ചെയ്യുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ യൂണിവേഴ്സിനോട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി വളരെ ക്ഷമയോടുകൂടി ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ലക്ഷ്യബോധം വന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തിക്ക് എങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി ഇപ്പോൾ നല്ല ധാരണയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ലക്ഷ്യബോധം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ഓഫറുമായി വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന ഒരുപാട് എക്സ്റ്റേണൽ എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ചുറ്റും ഉണ്ടായിരിക്കാം. അതിനെയെല്ലാം പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു വ്യക്തി നിലകൊള്ളുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും നിങ്ങളുടെ പേഴ്സൺ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഇത്രയധികം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ യൂണിയൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. കാരണം നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ കൂടെ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു വിഷമം ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ മിസ് ചെയ്യുന്നതും നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ യൂണിയൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത് കാണുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ സോൾ മെസ്സേജാണ് ഇനി നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നീയാണ് എൻ്റെ ലോകം. നീ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നീ ആഗ്രഹിച്ചതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെ നീ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് അത് തരാനായിട്ടാണ് ഞാൻ ഇനി വരാനായിട്ട് പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും നീ എന്നുള്ളൊരു വ്യക്തി ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. നമ്മുടെ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാനിപ്പോൾ റെഡിയാണ്. അല്ലെ അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കമാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നീ എൻ്റെ സോൾമേറ്റാണ്. നീയുമായിട്ട് എനിക്കൊരു സോൾമേറ്റ് കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് തരുന്നത് നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസാണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്?
പേഴ്സൺസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പാഷനുമായി മുന്നോട്ട് പോകൂ. നിങ്ങൾക്കതാണ് സന്തോഷമെങ്കിൽ നിങ്ങളുടെ പാഷനുമായി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഓർത്ത് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് മാറ്റുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സ് ഏത് സമയവും ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് സമയവും ഡിപ്രസ്ഡ് ആയിരിക്കാം, അല്ലെ ഒരു മനസ്സമാധാനമില്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് തോട്ട്സിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം മനസ്സിൻ്റെ കൺഫ്യൂഷൻസ് ഈ ഒരു സമയം ഒഴിവാക്കുക. എന്തെങ്കിലും പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക നിങ്ങൾ ഈ ഒരു സമയം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് യൂണിവേഴ്സ് ഇന്ന് തന്ന നിങ്ങൾക്ക് ഗൈഡൻസ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. ലൈഫിൻ്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഇനി ഇവിടെ എന്തൊക്കെ ക്ലൂസും കൂടി നോക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ 1989 കർക്കിടകം, ഹെൽത്ത് ഇഷ്യൂസ് 1993 ജൂൺ, 1995 തുലാം, നമ്പർ 19 ഇമോഷണൽ, അനിഴം നക്ഷത്രം 1994 ഫ്രൈഡേ, ചിത്തിര, യു ക്യാൻ ട്രസ്റ്റ്, മലപ്പുറം 29 പൂരുരുട്ടാതി, മീനം, ചിങ്ങം, നമ്പർ 34 നമ്പർ 16 അശ്വതി നക്ഷത്രം 1988 നമ്പർ 12 മെഡിക്കൽ ഫീൽഡ്, നമ്പർ 9 മൂന്നാർ, ഇടുക്കി, ലെറ്റർ W ടുമോറോ, അബ്രോഡ് 64 പാലക്കാട്, ജൂലൈ 1996, ലെറ്റർ U കണ്ണൂർ, അബുദാബി 48, മൈസൂർ വിത്തിൻ 24 hours, നവംബർ, സോഷ്യൽ മീഡിയ ലെറ്റർ J 1984, പൂരാടം 43, സെൻസിറ്റീവ്, വൃശ്ചികം 1973 2023, നമ്പർ 50, യെസ് പോസിബിൾ, ഉത്രട്ടാതി, ഡൽഹി വിത്തിൻ 72 hours 33 1978, മെയ്, നമ്പർ 10 2000. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്.